എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ചന്ദ്രസേനും രൂപയും കൂടെ വീട്ടിലേക്ക് വരുവാണ്. വന്നു കഴിയുമ്പോഴത്തേണ് യാമിനി ആ കാര്യങ്ങളൊക്കെ പറയണേ. കിരണിനും കല്യാണിയും കൊല്ലാനായിട്ട് സരയു ശ്രമിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ ഇതെല്ലാം കേട്ടിച്ചപ്പോഴത്തേനും ചന്ദ്രസേനം കൂടെ ദേഷ്യം ഇരട്ടിച്ചു കയറി. ചന്ദ്രസേനൻ പറഞ്ഞു, അവൾക്ക് ഇത്ര അഹങ്കാരോ, അന്നേ അവളെ ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം. ഈ സമയത്ത് രൂപ പറഞ്ഞു, അവൾ അപകടകാരിയാണ്, അവൾ വെറുതെ ഇരിക്കില്ല എന്ന് പറയണം. കിരൺ മോനോടുള്ള ദേഷ്യം കൊണ്ട് അവള് ചെയ്തായിരിക്കും എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ എന്റെ മോന്റെ നേർക്ക് അവള് കൈ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അവളുടെ കൈ ഞാൻ വെട്ടിയെടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രസേനൻ നിന്ന് ആക്രോശിക്കുകയാണ്. ഈ സമയത്ത് യാമിനി പറഞ്ഞു, അത് മാത്രല്ല, അവള് ചെയ്ത ക്രൂരതകളൊക്കെ വളരെ വലുതാ. ആ താരയെന്ന് പറയുന്ന അവരെ എത്രമാത്രം ഉപദ്രവിച്ചെന്നറിയോ. ഇപ്പം താരയെന്ന് പറയുന്ന ആ സ്ത്രീ അവര് കിരണിന്റെയും കല്യാണിന്റെ ഒപ്പം കഴിയണേന്ന് പറയാം. ഇതോടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ചന്ദ്രസേനൻ ഒന്നുകൂടെ ദേഷ്യം അടിച്ചു. അവൾ എന്ന് വെച്ചാൽ ഒരു മനുഷ്യ സ്ത്രീ തന്നെയാണോ അവള്? കാരണം സംസാരിക്കാൻ വയ്യാത്ത തന്റെ അമ്മേനെ ഇങ്ങനെ ക്രൂരമായിട്ട് ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് അവള് കൊല്ലാനായിട്ട് തുടങ്ങിയതല്ലേ. ഭാഗ്യം കൊണ്ട് എങ്ങാണ്ട് രക്ഷപ്പെട്ടെന്ന് തോന്നുന്നെന്ന് പറയാം. ഇത് കേട്ടപ്പോ രൂപ പറഞ്ഞു, അവൾ അതല്ല, അതിലപ്പുറം ചെയ്യുമെന്ന് പറയണം. അങ്ങനെയാണ് അവളെ വെറുതെ വിടല്. എന്ത് ചെയ്യണമെന്ന് ഞാൻ അവൾക്കിട്ടൊരു പണി കൊടുത്തിട്ട് തന്നെ കാര്യം. അവളെ ചെയ്തിട്ട് കാര്യമില്ല. അവളുടെ വീട്ടിൽ ചെന്ന് അവളെ ജനിപ്പിച്ച അച്ഛനുണ്ടല്ലോ രാഹുല്, അവനെ വേണം ആദ്യം വലിച്ചു കീറാനായിട്ട്. പിന്നെ അവളുടെ വളർത്തമ്മ, അവരെ രണ്ടുപേരെ ആദ്യം എടുത്തിട്ട് പഞ്ഞിക്കണം. എങ്കിൽ മാത്രം ഒരു സമാധാനം വരത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുവാണ്, നേരെ ചന്ദ്രസേന രാഹുലിന്റെ ശാരിയുടെ വീട്ടിലേക്ക് അങ്ങനെ പോവാണ്. ഈ സമയം രൂപ പറഞ്ഞിട്ട് സൂക്ഷിക്കണം, അവൾ അപകടകാരിയാണ്. അവള് എപ്പോഴും ഏത് സമയത്ത് എങ്ങനെ പ്രതികരിക്കുന്ന പോലും പറയാൻ പറ്റില്ലെന്ന് പറയാം. ഞാനതൊക്കെ നോക്കിക്കോളാം രൂപേ, അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയണം. പിന്നീട് നേരെ ചെല്ലുന്ന അങ്ങോട്ടേക്കാണ്, രാഹുലിന്റെ അരിയിലേക്കാണ് ചെല്ലുന്നത്. അപ്പൊ ചന്ദ്രസേന അങ്ങോട്ട് കയറി ചെന്നപ്പോഴത്തേനും രാഹുൽ ഒരു നിമിഷം ഒന്നും ഞെട്ടിപ്പോയി. പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് വന്നിട്ട് രാഹുൽ ചോദിച്ചു, എന്താ നിനക്ക് എന്താ അവിടെ കാര്യം ചോദിക്കാം. എനിക്കെന്താ കാര്യം, എന്തേ നിന്റെ മോളെന്തേ, നിന്റെ മോളും ഭാര്യ എന്തേ, അവൻ ഇങ്ങോട്ടേക്ക് വിളിക്കാൻ പറയണം. അങ്ങനെ അവരങ്ങോട്ടേക്ക് വരുവാണ്. വന്നു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, ഞാൻ എന്തിനാ വന്നതെന്ന് മനസ്സിലായി കാണില്ലായിരിക്കും അല്ലേ. അന്നെങ്കിൽ അറിഞ്ഞോ, എന്റെ മോനെ കിരണിനെ കൊല്ലാനായിട്ട് നോക്കി ഈ നിൽക്കുന്ന നിന്റെ മകള് സരയു, ഇവളെ ഞാൻ വെറുതെ വിടുമെന്ന് ഉദ്ദേശിക്കേണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോ ചാരി പറഞ്ഞു, എന്തൊക്കെയാ സേന ഈ പറയണെന്ന് ചോദിക്കാം. മനസ്സിലായില്ലല്ലേ, മോളോട് തന്നെ ചോദിച്ചു നോക്ക്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ സരയു പറഞ്ഞു, കൊല്ലാൻ ശ്രമിക്കുക മാത്രമല്ല കൊല്ലുക തന്നെ ചെയ്യുമെന്ന് പറയാം. ഇത് കേട്ടപ്പോ ചന്ദ്രസേനൻ പറഞ്ഞു, അതിന് നീയൊക്കെ ഒന്നുകൂടെ ജനിക്കണം. എന്റെ മോളുടെ നേർക്കോ ആരുടെയും നേർക്കോ ഒരുതരം മണ്ണ് വാരി ഇട്ട കഴിഞ്ഞോണ്ടല്ലോ, ഞാൻ വെറുതെ ഇരിക്കില്ല. ഈ സേന്റെ മറ്റൊരു മുഖം നീയൊക്കെ കാണും. നീയൊക്കെ കാണാനും അറിയാനായിട്ട് പോകുന്നുള്ളൂ. നീയൊക്കെ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ? അങ്ങനെ എളുപ്പത്തിൽ അങ്ങോട്ട് ഓരോ കാര്യം നിർവഹിച്ചാൽ കയ്യും കഴുകി പോകാന്നോ? ഒരിക്കലും നടക്കില്ല സരയു. നിന്റെ ജീവിതം എന്നാ തീർന്നത് കൂട്ടിയാൽ മതി, അല്ലെങ്കിൽ തന്നെ നിന്റെ ജീവിതം എമ്പണ്ടേ തീർന്ന. പിന്നെ ഞാനായിട്ട് കൂടുതലൊന്നും പറയുന്നില്ല. പിന്നീട് രാഹുലിനോട് ചോദിച്ചു, നിനക്ക് നാണമുണ്ടോടാ? നാണമുണ്ടോ നീ ഇങ്ങനെ ഈ അമ്മാതിരി പണികളൊക്കെ ചെയ്യുവോ? നാണമില്ലാത്ത വന്നിരിക്കുന്നു. എടാ, ആണുങ്ങളാണ് നേർക്ക് നേർന്ന് പോരാടണം, അല്ലാതെ വീട്ടിലിരിക്കുന്ന മക്കളെ അയച്ചല്ല ഓരോന്ന് തന്ത്രത്തോടെ ചെയ്യേണ്ടതെന്ന് പറയണം. ഇത് കേട്ടെന്ന് പെട്ടെന്ന് ശാരി പറഞ്ഞു, സേന ഞങ്ങൾ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞല്ലെന്ന് പറയണം. അറിഞ്ഞില്ല പോലും. നിങ്ങൾ പിന്നെ എന്തിനാ അച്ഛനും അമ്മയെന്നും പറഞ്ഞ് ഇരിക്കുന്നേ? ഇവളെപ്പോലൊരു മോളുണ്ടെങ്കിൽ അത് മതി നിങ്ങൾ കുഴിയിലേക്ക് പോകാനായിട്ട്. അധികം വൈകാതെ തന്നെ നടക്കും. ഇവൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അനുഭവിക്കുന്നത് നിങ്ങളും കൂടെ ആയിരിക്കും. ആ ഒരു ഓർമ്മ വേണം. എന്നെ ഇനി ഇങ്ങോട്ട് വരുത്തരുത്. ഞാൻ ഇങ്ങോട്ട് വന്നോണ്ടല്ലോ ഇതൊന്നും ആയിരിക്കില്ല ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെല്ലുവിളിക്കുകയാണ്. അവസാനം ചന്ദ്രസേനൻ അവിടെ നിന്ന് ഇറങ്ങുവാണ്. ചന്ദ്രസേനൻ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും രാഹുലിനോട് ശാരി, ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ. എന്തൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? സാരി ഈ സമയം ദേഷ്യപ്പെട്ട അകത്തേക്ക് കയറി പോവാണ്. നിങ്ങളല്ലേ പറഞ്ഞേ, ഓ നിങ്ങളുടെ പെങ്ങള് അയാളുമായിട്ട് സ്നേഹത്തിലൊന്നും അല്ല, അടുപ്പത്തിലൊന്നും അല്ലാന്ന്. നിങ്ങൾ എന്താ പറഞ്ഞേ? സ്നേഹിച്ച് കൊല്ലാനായിട്ട് പറഞ്ഞു. എന്നിട്ട് സ്നേഹിച്ച് കൊല്ലുന്നുണ്ടോ നിങ്ങളുടെ പെങ്ങള്? അല്ല, ഞാൻ സംശയം കൊണ്ട് ചോദിച്ചു പോന്ന, എനിക്കറിയത്തില്ലാണ്ട് ചോദിക്കുക. സ്നേഹിച്ച് കൊല്ലാൻ പറഞ്ഞിട്ട് സ്നേഹിച്ച് കൊല്ലുവാണോ അതോ സ്നേഹിച്ച് കൂടെ നിൽക്കുവാണോ എന്ന് ചോദിക്കുക. ഇതേടപ്പം രാഹുൽ, നീ എന്താ ശരി ഇങ്ങനെയൊക്കെ പറയണേ? അതെ, എന്റെ സംശയം മാത്രമല്ല, സത്യമായിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ പെങ്ങൾ നിങ്ങളെ ഇപ്പോഴും പറ്റിച്ചുകൊണ്ടിരിക്കുക. അതും മനസ്സിലാകാതെ പോയ ഒരു കിഴങ്ങനാ നിങ്ങള്. നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര കിട്ടിയാലും നിങ്ങൾ പഠിക്കില്ലോ. വെറുതെ അല്ല എല്ലാവരും നിങ്ങളെ ബകാസുരൻ എന്ന് വിളിക്കുന്നത്. തലയ്ക്കകത്തൊന്നും ഇല്ലാത്തൊരു ബകാസുരൻ വന്നിരിക്കുന്നു, നാണമില്ലാത്തവൻ. മനുഷ്യന്റെ വില കളയാനായിട്ട് ഇപ്പൊ അങ്ങേര് വന്ന് വെല്ലുവിളിച്ചിട്ട് പോയത് കേട്ടോ. പോരാത്തതിന് മോൾ എന്തൊക്കെയാ ചെയ്തു വെക്കണമെന്ന് പോലും അറിയത്തില്ല. അവൾക്കാണെങ്കിൽ സ്ഥലകാല ബോധം ഇല്ലാത്ത പോലെ അവള് പെരുമാറുന്നേ. ആ ഒപ്പം നിൽക്കും.
ഇനിയിപ്പോൾ നാളെ എന്താ സംഭവിക്കുമെന്ന് അറിയത്തില്ല. അവൾ എന്തേലും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകെ നടക്കേണ്ട ആൾക്കാർ നമ്മളാ. ഓർമ്മ വേണം. മോളെന്തേലും ചെയ്തു വെച്ചാൽ മോളെ ഇല്ലാതാക്കാനും കൂടെ ആ സേനം മടിക്കില്ല. ആ കിരണിന് ഒരു പോറല് പോലെ സംഭവിച്ചാൽ പിന്നെ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ലാന്ന് പറയണം. രാഹുൽ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആ സേനന്റെ അന്ത്യം എന്റെ കൈ കൊണ്ടായിരിക്കും. പിന്നെ വീട്ടിലിരുന്ന് വീമ്പ് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെ കൊണ്ട് ഇതിന് മാത്രമല്ലേ സാധിക്കുള്ളൂ. നിങ്ങളും വേണമെങ്കിൽ ചുണയുടെ കളത്തിലിറങ്ങി കളിക്കും. അയാൾ വെല്ലുവിളിച്ചിട്ട് പോയത് കേട്ടില്ലേ? ആണുങ്ങളെ പോലെ കളിക്കാനായിട്ട്. അല്ലാതെ ചുമ്മാ നാണം കിട്ടുന്നു പെരക്കകത്ത് കയറി അടയിരിക്കുവല്ല ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശാരി രാഹുലിനെ അങ്ങോട്ട് ചൂട് പിടിപ്പിക്കുകയാണ്. രാഹുലിനും ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. പിന്നീട് ചന്ദ്രസേന നേരെ കല്യാണിയും കിരണിനെയും കാണാനായിട്ട് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും താര ഇറങ്ങിച്ചെന്നു. താരേനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രസേന എങ്ങനെയുണ്ട്, കുറവുണ്ടോന്നൊക്കെ ചോദിക്കുകയാണ്. കുഴപ്പമില്ല എന്നൊക്കെ പറയണം. പിന്നീട് ഒരു സൂക്ഷിക്കണ്ടായിരുന്നു, അവൾ എന്തും ചെയ്യാൻ മടിയില്ലാത്തോളാന്ന് പറയണം. അപ്പോഴേക്കും ദീപ അങ്ങോട്ട് ഇറങ്ങി വന്നു. ദീപയോട് സംസാരിക്കുന്നുണ്ട്. സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേനുമാണ് കിരൺ അങ്ങോട്ട് വരുന്നത്. കിരണിനെ കണ്ടതും ചന്ദ്രസേന പറഞ്ഞു, നിനക്ക് കുഴപ്പമൊന്നുമില്ല അല്ലേടാ മോനെന്ന് ചോദിക്കാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല അച്ഛാന്ന് പറയണം. എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ലടാ മോനെന്ന് പറയണം. അല്ലച്ചാ, എനിക്കൊന്നും പ്രശ്നമൊന്നും സംഭവിച്ചൊന്നുമില്ല. എടാ മോനെ, നിനക്കറിയത്തില്ലാഞ്ഞിട്ടാ. എന്തും ചെയ്യാൻ മടിക്കാത്തവനാ ആ രാഹുല്. പിന്നെ അത് പോരാഞ്ഞിട്ട് അവന്റെ മോളുണ്ടല്ലോ ആ സരിയു എന്ന് പറയുന്ന, അവളൊരു വൃത്തികെട്ട ജന്മം കൂടെയാ. അവൾ എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് പറയാൻ പറ്റില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സൂക്ഷിച്ചും കണ്ട് നിന്നില്ലെങ്കിൽ അവള് മിക്കവാറും ഇങ്ങോട്ടേക്ക് വരും. ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരിക്കും എന്ന് പറയാം. എനിക്കതൊക്കെ അറിയാച്ചാ. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ നോക്കിയും കണ്ട് നിൽക്കണമെന്ന് പറയാം. ഒരു തവണ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് ഓർത്തുകൊണ്ട് എപ്പോഴും അങ്ങനെയൊന്നും ആവണമെന്നില്ല കിരണേ. അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിക്കുന്നല്ല. നിന്നെ മാത്രമല്ല, കല്യാണി മോളെ ചാർജ് ചെയ്തിട്ടുണ്ടായിരിക്കും അവള്. ചിലപ്പോൾ അത് മാത്രമല്ല, നിങ്ങളുടെ കുഞ്ഞ് കല്ലുമോനെ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ അവള് കളി കളിക്കാനായിട്ട് പോകുന്നത്. വലിയവരാണേലും കുഴപ്പമില്ല, പിഞ്ചു കുഞ്ഞിനെ വെച്ച് പോലും അവള് നാടകം കളിക്കാനായിട്ട് ഒരുങ്ങും. അതൊന്നും ഒരു കാരണവശാലും പാടില്ല. അങ്ങനെ എന്തേലും സംഭവിച്ചു പോയിട്ട് പിന്നെ നമ്മൾ നെഞ്ചത്തടിച്ച് നിലവിളിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ എന്തേലും വരുന്നതിന് മുമ്പ് നമ്മൾ അതിനെ തടയിടുക ചെയ്യണ്ടേ എന്നൊക്കെ പറയാം. ചേട്ടപ്പോ കിരൺ പറഞ്ഞു, അങ്ങനെ എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവള് ഭൂമി ജീവനോടെ ഉണ്ടാകത്തില്ല. ഈ ഞാനാ പറയണേ എന്നൊക്കെ കിരൺ പറയാം. ഇത് കേട്ടപ്പോ ചന്ദ്രസേനൻ പറഞ്ഞു, അങ്ങനെ ഉണ്ടാവാതെ നോക്കുന്നല്ലേ നല്ലത്. അതിനു മുമ്പ് നമ്മൾ അവൾക്കൊരു തടയിടണം, അല്ലെങ്കിൽ അവൾ ഇനിയും തല പൊക്കൂന്ന് പറയാം. ഇത് കേട്ടപ്പോ കിരൺ പറഞ്ഞു, ഞാൻ നോക്കിയോളാച്ചാ, ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അവളെ അങ്ങനെ ഞാൻ ഉയർന്ന് പൊങ്ങി പറക്കാൻ ഞാൻ അനുവദിക്കില്ല. അവളുടെ ചിറക് വെട്ടി ഞാൻ താഴെയിടും എന്നൊക്കെ കിരൺ പറയണം. പിന്നീട് രാഹുല് രൂപേനെ വിളിക്കുകയാണ്. രൂപേനെ വിളിച്ചിട്ട് എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും രൂപയ്ക്ക് അപകടം എടുത്തു. കാരണം രൂപയ്ക്ക് മനസ്സിലായി തന്നെ വിളിക്കുന്ന എന്തിനു വേണ്ടാന്ന്. ഒരു പക്ഷേങ്കില് ചന്ദ്രേട്ടനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയായിരിക്കും ഇയാൾ വിളിപ്പിക്കുന്നത്. വെറുതെ തന്റെ ആങ്ങളെ വിളിപ്പിക്കത്തില്ലോ. അങ്ങനെ രൂപ ചെല്ലുവാണ്. രൂപ എന്ന് കഴിഞ്ഞപ്പോഴത്തേനും രാഹുൽ ചോദിച്ചു, എന്തായി രൂപ കാര്യങ്ങള്? കുറെ നാളായല്ലോ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ അവനെ തീർക്കുമെന്നും പറഞ്ഞിരിക്കാനായിട്ട്. കാര്യങ്ങൾ എന്തായെന്ന് ചോദിക്കുക. അത് രാഹുലേട്ടാ നോക്കിക്കൊണ്ടിരിക്കുക, അതിനുള്ള സമയം ഒത്തു വരണ്ടേ. എന്നാ സമയം ഒത്തു വരുന്നേ? ഇനി എന്തെങ്കിലും സമയം ഒത്തു വരുമോ? നീ അവനെ സ്നേഹിച്ചു കൊല്ലാന്നും പറഞ്ഞിരുന്നിട്ടാ ഇത്ര നാളെ ഞാൻ വെറുതെ ഇരുന്നേ. പക്ഷെ ഒരു കാര്യമുണ്ട്, നിന്നെ കൊണ്ട് അതിന് സാധിച്ചില്ലെങ്കിൽ കണ്ടോ, ഇനി 3 ദിവസം കൂടെ തരും. 3 ദിവസത്തിനുള്ളിൽ നീ അവനെ തീർത്തിരിക്കാം. 3-ാം ദിവസം നീ തീർത്തില്ലെന്ന് ഞാൻ അറിയുവാണെങ്കിൽ ഞാൻ തന്നെ ഗുണ്ടകളെ ഇറക്കുമെന്ന് പറയണം. ഇത് കേട്ടതും രൂപ പറഞ്ഞിങ്ങനെ എടുത്തടിച്ചൊരു തീരുമാനമൊന്നും എടുക്കല്ലേ രാവിലേട്ടാ, നമുക്ക് അതിനുള്ള സാവകാശം വേണമെന്ന് പറയാം. എന്ത് സാവകാശം? ഇനി ഒരു സാവകാശം ഇല്ല. 3 ദിവസം കാണാതിരുന്നിട്ട് 3-ാം ദിവസം ഞാൻ എന്ത് ചെയ്യുന്ന അറിയാവോ? നീ അവനെ തീർത്തില്ലെങ്കിൽ ഇനി കത്തി വെക്കാൻ പോകുന്നത് ഞാനായിരിക്കും. എൻ്റെ ഗുണ്ടകളെ വിട്ട് ഞാൻ അവനെ വെട്ടും. വെട്ടിക്കൊല്ലാന്നിട്ട് അവസാനത്തെ വെട്ട് ആരുടെ ആയിരിക്കും? ഈ രാഹുലിന്റെ വകയായിരിക്കും എന്ന് പറയാം. ഇത് കേട്ടതും രൂപയ്ക്ക് അങ്ങോട്ട് അടിമുടി പെരുത്തു കയറി. ഇത്ര സമയമൊക്കെ രൂപ കടിച്ചു പിടിച്ചു നിന്നു. കാരണം സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറത്തായിരുന്നു രൂപയ്ക്ക് അതാ പറഞ്ഞ് തന്റെ ഭർത്താവിനെ കൊല്ലൂന്നാണ്. അതും ചന്ദ്രേട്ടനെ. എങ്ങനെ ധൈര്യം വന്നു ഈ പിശാശിനത് പറയാനായിട്ട്? രൂപയ്ക്ക് ഒരു നിമിഷം നിയന്ത്രണം വിട്ടുപോയി. രൂപ പെട്ടെന്ന് രാഹുലിന്റെ കോളറിന് അങ്ങോട്ട് കുത്തിപ്പിടിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞേ? എന്റെ ചന്ദ്രേട്ടനെ കൊല്ലൂന്ന? നിന്നെ ഇനി ഞാൻ കൊല്ലൂടാന്നും പറഞ്ഞിട്ട് കാരണത്തേക്ക് ഒറ്റ അടി അടിക്കുകയാണ് അങ്ങോട്ട്. നിന്നെ ഞാൻ ശരിയാക്കുന്നുണ്ട് ഞാൻ. നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ? എന്റെ രാഹുലൻ എന്റെ ചന്ദ്രേട്ടനെ കൊന്നിട്ട് നിനക്ക് സുഖിച്ച് ജീവിക്കാന്നോ? ഒരിക്കലും ഇല്ലടാന്ന് പറയണം. നീ എത്രത്തോളം വരെ പോകുമെന്ന് അറിയാൻ വേണ്ടിട്ടാ ഞാൻ ചെയ്തേന്ന് പറയണം. ഇത് കേട്ട ഒരു ഞെട്ടലോടുകൂടി രാഹുൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോന്നെ. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.